പ്രിയപ്പെട്ട കുട്ടികളെ, USS സ്കോളർഷിപ്പ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദവിവരങ്ങൾ അറിയുന്നതിനുള്ള ഒരു ക്ലാസ്സാണ് ഇത്. നിങ്ങൾ 7ാം ക്ലാസ്സിലേക്ക് പാസ്സായ മുതൽക്ക് കേൾക്കുന്നതായിരിക്കും USS സ്കോളർഷിപ്പ്, അതേപോലെ USS കോച്ചിങ്, USS സ്കോളർഷിപ്പ് എക്സാം, USS പരീക്ഷ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുന്നതായിരിക്കും. എന്താണ് ഈ USS പരീക്ഷ? എങ്ങനെ ആ പരീക്ഷ നമുക്ക് പാസ്സാവാം? എങ്ങനെ ആ സ്കോളർഷിപ്പ് നമുക്ക് നേടിയെടുക്കാം? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദവിവരങ്ങൾ, അതിനെന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇത് USS സ്കോളർഷിപ്പ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം സർക്കാർ പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഈ വർഷം ഇതുവരെ USS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിപ്പിച്ചിട്ടില്ല. എന്നാൽ സമാനമായിട്ടുള്ള രീതിയിൽ, ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ഈ വർഷവും നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതേ രീതിയിലാണ് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരാറ് സാധാരണ രീതിയിൽ. 7ാം ക്ലാസ്സിൽ, പൊതുവെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു മത്സര പരീക്ഷയാണ്, സ്റ്റേറ്റ് ലെവലിൽ നടത്തുന്ന ഒരു മത്സര പരീക്ഷയാണ് USS സ്കോളർഷിപ്പ് പരീക്ഷ. കേരള പരീക്ഷ ഭവനാണ് ഇതിൻ്റെ നടത്തിപ്പ്. ഇനി ഇതിലേക്ക് കുട്ടികളെ സാധാരണ രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറയുന്നത് 7ാം ക്ലാസ്സിലെ 1ാം ടേം പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡുകളെ അടിസ്ഥാനമാക്കിയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ്, ഭാഷാ വിഷയങ്ങൾ, അതിന് ശാസ്ത്ര വിഷയങ്ങൾ ഉൾപ്പെടെ, അല്ലെ, ഭാഷാ വിഷയങ്ങളും ശാസ്ത്ര വിഷയങ്ങളും ഉൾപ്പെടെ എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്കാണ് USS പരീക്ഷ എഴുതുന്നതിനുള്ള യോഗ്യത. മാത്രമല്ല, ഈ കലാകായിക പ്രവൃത്തി പരിചയ, ഗണിത, സോഷ്യൽ സയൻസ്, വിദ്യാരംഗം മേളകളിൽ സബ് ജില്ലാ തലത്തിൽ A ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് വേണമെങ്കിൽ 2 പേപ്പറുകൾക്ക് A ഗ്രേഡും 1 B ഗ്രേഡും കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു B ഗ്രേഡ് ഉണ്ടെങ്കിലും നമുക്ക് ഇവരെ പരിഗണിക്കാം എന്നുള്ളൊരു രീതിയിലുണ്ട്. എന്നിരുന്നാലും നമ്മൾ പൊതുവെ പറയുന്നത് എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് USS സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ യോഗ്യത എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഇനി ഒരു വിഷയത്തിൽ B ആയാലും നമ്മൾ പരിഗണിക്കാറുണ്ട്. എന്നിരുന്നാലും അവർ കലാകായിക പ്രവൃത്തി പരിചയ മേളകളിൽ പങ്കെടുത്തവരായിരിക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ട്. ഇങ്ങനെ ഈ രീതിയിലാണ് കഴിഞ്ഞ വർഷമൊക്കെ കുട്ടികളെ സെലക്ട് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ഈ ഒരു പുതിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക, എങ്ങനെയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ ഉള്ള നിർദ്ദേശം വരിക എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അത് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ചുരുക്കത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക, നന്നായി പഠിക്കുന്ന, നന്നായി കഠിന പ്രയത്നം ചെയ്യാൻ തയ്യാറായിട്ടുള്ള, ഹാർഡ് വർക്ക് ചെയ്ത് നന്നായി പഠിക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾക്ക്, നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു പരീക്ഷ, ഒരു മത്സര പരീക്ഷയാണ് USS സ്കോളർഷിപ്പ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇതിന് ഫീസ് കാര്യങ്ങളൊന്നുമില്ല. പരീക്ഷയുടെ സിലബസും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. USS പരീക്ഷയ്ക്ക് 7ാം ക്ലാസ് പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ 2020 ജനുവരി 31 വരെ പഠിപ്പിക്കേണ്ടവ മാത്രമാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ. അതായത് അവസാനത്തെ പാഠം, എല്ലാ വിഷയങ്ങളുടെയും അവസാനത്തെ പാഠം പൊതുവെ വരാറില്ല. ജനുവരി 31 വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാറ്. എന്നാൽ നമ്മൾ USS പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാ പോർഷൻസും കഴിച്ച് സാധാരണ രീതിയിൽ അവസാനത്തെ പാഠം കൂടി കവർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതോ ചോദ്യങ്ങൾ വരികയാണോ എന്നുള്ള വിചാരിച്ചിട്ട്. പക്ഷേ ജനുവരി 31 വരെയുള്ള പാഠഭാഗങ്ങളാണ് പൊതുവെ USS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് കൺസിഡർ ചെയ്യുക ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഇനി ഇതിന് പഠിക്കേണ്ടത് 7ാം ക്ലാസ് വരെ കുട്ടി നേടിയിരിക്കേണ്ട പഠന നേട്ടങ്ങൾ, അതായത് ആശയങ്ങൾ, ധാരണകൾ, ശേഷികൾ, മനോഭാവതലം തുടങ്ങിയ ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് USS പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് എന്നാണ് പറയുന്നത്. 7ാം ക്ലാസ് വരെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5, 6, 7 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, 5, 6, 7 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും USS പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. അത് നന്നായി പഠിക്കുക. നല്ല രീതിയിൽ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുന്ന ഒരു കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് USS സ്കോളർഷിപ്പ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 7ാം ക്ലാസ് വരെ കുട്ടി നേടിയിരിക്കേണ്ട പഠന നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ 5, 6, 7 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത്. അത് നന്നായി നമ്മൾ പഠിച്ചിരിക്കണം. എന്നിരുന്നാലും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവുന്നത് 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾക്കൊരു മുൻതൂക്കം പലപ്പോഴും ചോദ്യപേപ്പറുകൾ കാണാറുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളാണ്. 5ൻ്റെയും 6ൻ്റെയും പിന്നീട് പഠിക്കണം. എന്നിരുന്നാലും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് 7ാം ക്ലാസ്സിലെ
പാഠഭാഗങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം, അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിൽ ABCD എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ABCD എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിലത്തെ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ അത് തിരഞ്ഞെടുത്ത് എഴുതുക മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ. മാത്രമല്ല ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അതിൻ്റെ മാർക്ക് കുറയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാം. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ചോദ്യങ്ങൾ താഴെ പറയുന്ന തരങ്ങളിൽ ചിന്താശേഷി പ്രയോഗിച്ച് ഉത്തരം കണ്ടെത്തേണ്ടവയും ഉയർന്ന ശേഷിക്ക് പ്രാമുഖ്യം നൽകുന്നവയും ആയിരിക്കണം. അതായത് മത്സര പരീക്ഷയാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിരുന്നാലും അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആശയങ്ങൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന, നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് USS സ്കോളർഷിപ്പ് പരീക്ഷ. ഇനി ഇതിന് എന്തൊക്കെ വിഷയങ്ങളാണ്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് 2 നേരമായിട്ടാണ് ഈ പരീക്ഷ സാധാരണ രീതിയിൽ നടക്കാറ്. ഏതെങ്കിലും ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും. അതിൻ്റെ പേപ്പർ 1 രാവിലെ ഉണ്ടായിരിക്കുക. പേപ്പർ 1 അതിൽ 1ാം ഭാഷയും ഗണിതവും പിന്നെ നിങ്ങൾ മലയാള സെക്കൻഡ് എന്ന് വിളിക്കുന്നില്ലേ, ആ ഒരു പേപ്പറും ഉണ്ടായിരിക്കും. അതായത് ഒന്നുകൂടി വ്യക്തമായി പറയാം, രാവിലത്തെ പേപ്പർ, അതായത് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് 1ാം ഭാഷ. അതായത് നിങ്ങൾ സംസ്കൃതമാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ സംസ്കൃതം, മലയാളമാണ് ഫസ്റ്റ് ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ മലയാളം, ആ രീതിയിൽ അതിലത്തെ ചോദ്യങ്ങളുണ്ടായിരിക്കും. പിന്നെ മലയാളം സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം, അതായത് മലയാളം സെക്കൻഡ് സംസ്കൃതം കുട്ടികൾക്കും മലയാളത്തിൻ്റെ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരിക്കും. അതാണ് മലയാള സെക്കൻഡ് എന്ന് നിങ്ങൾ വിളിക്കുന്ന അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ ഗണിതം. ഈ 3 വിഷയങ്ങളാണ് രാവിലത്തെ പേപ്പറിൽ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു പരീക്ഷയുണ്ട്. അതിലുള്ളത് ഇംഗ്ലീഷ്, ശാസ്ത്രം ആൻഡ് സാമൂഹ്യ ശാസ്ത്രം. അതായത് ഇംഗ്ലീഷ്, സയൻസ്, ബേസിക് സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്. ഈ 3 വിഷയങ്ങൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സാമൂഹ്യശാസ്ത്രം എന്നിങ്ങനെ ചോദ്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. രാവിലെ 10:15 മുതൽ 12 മണി വരെയാണ് 1ാം പേപ്പറിൻ്റെ പരീക്ഷാ സമയം ഉണ്ടാവാറ്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 1:15 മുതൽ 3 മണി വരെയാണ് 2ാമത്തെ പേപ്പറിൻ്റെ പരീക്ഷാ സമയം ഉണ്ടാവാറ്. പിന്നെ സാധാരണ പരീക്ഷയ്ക്ക് തരുന്ന പോലെ കൂൾ ഓഫ് ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 1ാം പേപ്പറിൽ 50 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 50 ക്വസ്റ്റ്യൻസ്, 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ 45 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയാൽ മതിയാകും എന്നുള്ള രീതിയിലാണ് ഇവർ പറയുക. പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ചോദ്യം അതിൽ കൺസിഡർ ചെയ്യപ്പെടുകയും നമുക്കതിൻ്റെ മാർക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ കറക്റ്റ് എണ്ണത്ത് മാത്രമേ എഴുതിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യം തെറ്റിയാൽ അത് നഷ്ടമാകും. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക, അറിയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കുട്ടികൾക്ക് പൊതുവെ കൊടുക്കാറുള്ള നിർദ്ദേശം. അതേപോലെ തന്നെ 2ാം പേപ്പറിൽ 55 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ 45 എണ്ണത്തിന് എഴുതിയാൽ മതിയാകും എന്നുള്ള രീതിയിലാണ്. പക്ഷേ നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എന്നാണ് നമ്മൾ സാധാരണ കുട്ടികൾക്ക് കൊടുക്കാറുള്ള നിർദ്ദേശം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഇനി പേപ്പർ 1ാം ഭാഷ, അതായത് മലയാളമാണെങ്കിൽ മലയാളം, സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം, അല്ലെ, മലയാളം ഓർ സംസ്കൃതം. ഇതിൽ 15 മാർക്ക് നിങ്ങൾക്ക്, അതായത് 15 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ 15 മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതേപോലെ തന്നെ മലയാളം സെക്കൻഡ്, അല്ലേ, ഇപ്പം നിങ്ങൾ വിളിക്കുന്ന മലയാളം സെക്കൻഡ്, അതിൽ 15 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന പരമാവധി സ്കോർ എന്ന് പറയുന്നത് 10 മാർക്കാണ് നിങ്ങൾക്ക് പരമാവധി നേടാൻ പറ്റും. അപ്പം നിങ്ങൾ 15 ചോദ്യങ്ങൾ എഴുതിയാലും 10 എണ്ണത്തിൻ്റെയാണ് മാർക്കാണ് പരിഗണിക്കൂ. 15 ശരിയായാലും 10 മാർക്കേ നിങ്ങൾക്ക് കിട്ടൂ. 14 എണ്ണം ശരിയായാലും 10 മാർക്കേ നിങ്ങൾക്ക് കിട്ടൂ. 13 എണ്ണം ശരിയായാലും 10 മാർക്കേ നിങ്ങൾക്ക് കിട്ടൂ. മലയാള സെക്കൻഡിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന മാർക്ക് 10 മാർക്കാണ്. നമുക്ക് സാധാരണ ചില കുട്ടികൾ 10 ചോദ്യങ്ങളെ എഴുതൂ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. 15 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ശരിയായിട്ടുള്ള അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 10 മാർക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് നേടാം. പിന്നീടാണ് ഗണിതം അഥവാ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നൊരു വിഷയം. അതിന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാത്സിൽ നിന്നും വരും. 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. പലപ്പോഴും കുട്ടികളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഈ മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതിന് ഒരു കാരണം കൂടിയുണ്ട്, അത് ഞാൻ ഇതിന് വിശദമായിട്ട് പറയാം. അങ്ങനെ ഫസ്റ്റ് പേപ്പറിൽ മൊത്തം 50 ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലായിരിക്കും
ഉണ്ടായിരിക്കുക. ഇനി പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ ഇംഗ്ലീഷ്, ബേസിക് സയൻസ് അതായത് അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, ഈ 3 വിഷയങ്ങളാണ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുക. ഇത് വളരെ എളുപ്പമായിട്ടാണ് കുട്ടികൾക്ക് ഉണ്ടാവാറ്. സാധാരണ രീതിയിൽ 15 മാർക്കിന് ഇംഗ്ലീഷ് നിങ്ങൾക്ക് നേടാം, 15 മാർക്ക് നേടാം. അടിസ്ഥാന ശാസ്ത്രം 20 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, എന്നാൽ നിങ്ങൾക്ക് 15 മാർക്കേ അതിൽ നിന്നും പരമാവധി കിട്ടൂ. അപ്പം നിങ്ങൾ പക്ഷേ ഞങ്ങൾ സാധാരണ കുട്ടികളുടെ അടുത്ത് പറയാറ് നിങ്ങൾ 20 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയാറ്. കാരണം ഏതെങ്കിലും ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യം കൺസിഡർ ചെയ്യുകയും അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ 20 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. 20 എണ്ണം ശരിയായാലും നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടൂ എന്നുള്ളത് മാത്രം. അപ്പോൾ അതിൽ നിന്ന് 20 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക, 15 സ്കോർ നേടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സോഷ്യൽ സയൻസ്, സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നും 20 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, എന്നാൽ 15 മാർക്കാണ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പക്ഷേ 20 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഈ രീതിയിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ. ഇങ്ങനെ 2 പരീക്ഷകളാണ് നമുക്ക് USS സ്കോളർഷിപ്പിന് ഉള്ളത്. ഇതാണ് ഈ 2 പരീക്ഷകളെയും കൂടിയിട്ടാണ് നമ്മൾ USS സ്കോളർഷിപ്പ് പരീക്ഷ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 90 മാർക്കായിരിക്കും. ഓരോ വിഷയത്തിനും അതാത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമാന്യാവബോധം പരിശോധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗണിതത്തിൻ്റെ മാർക്കാണ് ഇതിൽ റാങ്ക് നിർണ്ണയിക്കാറ് എന്ന് പറഞ്ഞു. അതിനുള്ളൊരു കാരണം ഗണിതത്തിൻ്റെ ചോദ്യങ്ങളിൽ യുക്തിചിന്ത, അതായത് റീസണിങ് അല്ലെങ്കിൽ മാനസിക ശേഷി, മെൻ്റൽ എബിലിറ്റി എന്നിവ പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഗണിതത്തിൻ്റെ ഒരു പ്രത്യേകത. അതായത് ആ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നിങ്ങൾ പഠിക്കുന്ന മാത്സിന് പുറമെ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കും, 5, 6, 7 ക്ലാസ്സുകൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കും. അതിന് പുറമെ നിങ്ങളുടെ യുക്തിചിന്ത, റീസണിങ്, അതേപോലെ മാനസിക ശേഷി, മെൻ്റൽ എബിലിറ്റി ഒക്കെ അളക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രീതി എങ്ങനെയാണ്, എന്താണ് ഈ മെൻ്റൽ എബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, റീസണിങ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പലപ്പോഴും കുട്ടികൾക്ക് ഗണിതമാണ് ഒരു ഫാക്ടറായിട്ട് വരാറ് റാങ്ക് നിർണ്ണയിക്കുന്നതിൽ. പിന്നെ അതേപോലെ തന്നെ രാവിലത്തെ പരീക്ഷയ്ക്ക് സമയം ഒരു പ്രശ്നമായി വരാറുണ്ട്. അതിനുള്ള കാരണവും ഈ ഗണിതം രാവിലത്തെ പരീക്ഷ ആയതുകൊണ്ടാണ്. ഉച്ചത്തെ പരീക്ഷയ്ക്ക് ഒരുപാട് സമയം ഉണ്ടായിരിക്കും, കാരണം ഒക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് കഴിയും എന്നുള്ളതുകൊണ്ട്. 90 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ നമ്മളെ ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയുക. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് സമയം ഉണ്ടായിരിക്കും. രാവിലത്തെ പരീക്ഷയ്ക്കാണ് നമുക്ക് ഗണിതമുള്ളത് കൊണ്ട് തന്നെ സമയത്തിൻ്റെയും പ്രോബ്ലം കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് വരാറുണ്ട്. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരമാവധി നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ട് വേറെ യാതൊരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്, എങ്ങനെയാണ് OMR ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആൻസർ ഷീറ്റ്. അതൊരു പ്രത്യേക പേപ്പറായിരിക്കും നിങ്ങൾക്ക് തരിക. അതെങ്ങനെയാണ് എന്നതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ പരിചയപ്പെടുത്തി തരാം. OMR ഷീറ്റിൻ്റെ മോഡലടക്കം നമുക്ക് സ്ക്രീനിൽ ഇതേപോലെ പരിചയപ്പെടുത്താം. അല്ലെങ്കിൽ മോഡൽ എക്സാം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാം. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബേജാറാവേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഒറ്റ കർത്തവ്യം മാത്രമേ ഉള്ളൂ, പഠിക്കുക എന്നുള്ളത്. ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളൂ. പരീക്ഷ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് USS സ്കോളർഷിപ്പ് പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഫസ്റ്റ് ചോദിക്കുക പരീക്ഷ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദിക്കുക, അല്ലേ? പരീക്ഷ ഉണ്ടാവും, പരീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ. നമ്മുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്നായിരിക്കും പരീക്ഷ, അല്ലേ, എന്നാ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ചോദിക്കും. പരീക്ഷ എന്ന്, എപ്പോൾ എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളെ ബാധിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പഠിക്കുക എന്നുള്ളത്. എന്ന് പരീക്ഷ പറഞ്ഞാലും ഐ ആം റെഡി എന്നുള്ള രീതിയിലായിരിക്കണം. അതായത് ഞാൻ റെഡിയാണ്, ഞാൻ എഴുതിക്കോളാം എന്നുള്ള രീതിയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്. പിന്നീട് വിവരങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് അറിയിക്കുന്നതാണ്. അതൊന്നും നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായി പഠിക്കുക, പ്രിപ്പയർ ആയിരിക്കുക. എപ്പോൾ പരീക്ഷ വന്നാലും ഞാനത് റെഡിയാണ് പരീക്ഷ എഴുതാൻ എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി ഇതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. 5, 6, 7 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. പല കുട്ടികളും ചോദിക്കാറുണ്ട് ഇതിന് ബുക്കുകൾ വല്ലതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിന് ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. USSൻ്റെ പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ അതിൻ്റെ ഒന്നും അങ്ങനെ
ആവശ്യകത ഇല്ല, വാങ്ങിയാലും തെറ്റൊന്നുമില്ല. അങ്ങനെ പുസ്തകം വാങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങുക, എന്നിട്ട് അത് മുഴുവൻ നന്നായി പഠിക്കുക. അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. ഇനി പുസ്തകമൊന്നും വാങ്ങുന്നില്ലെങ്കിലും കുഴപ്പമില്ല, 5, 6, 7 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളും അതിലത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് നന്നായി പഠിക്കുക. ഇനി പുസ്തകം വാങ്ങിയാലേ പറ്റൂ എന്നുണ്ടെങ്കിൽ പുസ്തകം വാങ്ങിയതിന് ശേഷം ഞാൻ പലപ്പോഴും കുട്ടികൾ കണ്ടിട്ടുണ്ട്, അവർ കുറേ പബ്ലിഷേഴ്സിന്റെ പുസ്തകം ഉണ്ടാവും, 2, 3 പുസ്തകങ്ങളൊക്കെ വാങ്ങും, എന്നിട്ട് ഇതൊക്കെ അവിടെ അങ്ങനെ വെക്കും, ഒന്നും പഠിക്കില്ല. നമ്മൾ ഏത് പുസ്തകമാണോ പഠിക്കുന്നത് അത് തറവായിട്ട് നന്നായി പഠിക്കുക. ഇനി പുസ്തകമൊന്നും വാങ്ങുന്നില്ലെങ്കിൽ 5, 6, 7 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ നന്നായി പഠിക്കുക. അതിൽ നോട്ടിൽ അതിൻ്റെ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതും നന്നായി പഠിക്കുക. ഇങ്ങനെയാണ് പഠിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ്. ഇനി മറ്റൊരു നിർദ്ദേശം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇനി നമ്മൾ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് ലഭിക്കാനുണ്ട്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഏകദേശം ഒരു 5 വർഷത്തെ, ഇതിപ്പോൾ 2020 അല്ലേ, ഒരു 2015 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല, കാരണം 7ാം ക്ലാസ്സിലത്തെ പാഠഭാഗങ്ങളിലത്തെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അപ്പോൾ ചിലതൊക്കെ അറിയാത്തതൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് എന്തിനാണ് അങ്ങനെ വായിക്കാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ചോദിക്കുന്ന രീതി എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന്, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് വായിക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, നിങ്ങൾ പാഠഭാഗം വായിക്കുമ്പോൾ ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ചോദ്യങ്ങൾ കണ്ടെത്താനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ സോഷ്യലും അതേപോലെ സയൻസൊക്കെ വായിക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെ USSന് ചോദിച്ചുകൂടായില്ല, അത് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞത്. അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നന്നായി പഠിക്കുക. ഇപ്പോൾ തന്നെ പഠനം തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നിങ്ങളുടെ അധ്യാപകരിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. സംശയങ്ങൾ എപ്പോൾ വേണമെങ്കിലും അതാത് അധ്യാപകരെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് സയൻസിൻ്റെ വിഷയങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുടെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് USS ഓറിയൻറ്റഡ് ആയിട്ട്, USSനെ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് വളരെ വേഗത്തിൽ ഒന്ന് ക്ലാസ് എടുക്കാം. അതിനുശേഷം കുറച്ചുകൂടി നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മുന്നിൽ പോകുന്ന രീതിയിൽ ആണ് സയൻസിൻ്റെ ഒരു കോച്ചിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സയൻസിൻ്റെ ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഇനി മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇത് പഠിക്കുന്ന കുട്ടികൾ, USS സ്കോളർഷിപ്പിന് പഠിക്കുന്ന കുട്ടികൾ പല രീതിയിൽ ഇത് പഠിക്കാറുണ്ട്. ചില കുട്ടികൾ ചോദ്യം ഉത്തരം അങ്ങനെ പഠിച്ചു പോകും. അങ്ങനെ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2020 ഫെബ്രുവരിയിൽ നടന്ന USS സ്കോളർഷിപ്പ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കിട്ടാനുണ്ട്, വെബ്സൈറ്റിലൊക്കെ കിട്ടാനുണ്ട്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് 2015 മുതൽക്ക് നടന്നിട്ടുള്ള ചോദ്യപേപ്പറിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് 2020 ചോദ്യപേപ്പർ. ബൈഹാർട്ട് പഠിച്ച് പോകുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഒരു ചോദ്യപേപ്പറായിരുന്നു 2020 ചോദ്യപേപ്പർ. ആ രീതിയിൽ തന്നെ ആയിരിക്കണം ഇനിയും ഉണ്ടാവുന്ന ചോദ്യപേപ്പർ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആശയങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചു പോവുക. ജസ്റ്റ് ചോദ്യം ഉത്തരവും പഠിക്കുന്ന രീതി തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും അതിൻ്റെ ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ ചോദ്യം മാറ്റി ചോദിച്ചാലും നിങ്ങൾക്കതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് എഴുതാൻ സാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആശയങ്ങൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കി പഠിച്ചു പോവുക. എന്നാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ USS സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ സാധിക്കും. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ 5 കുട്ടികൾക്ക് USS സ്കോളർഷിപ്പ് പരീക്ഷ കിട്ടിയിരുന്നു. ഷൊർണൂർ ഉപജില്ലയിൽ തന്നെ നല്ല ഒരു സ്കോറാണ് 5 കുട്ടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നന്നായി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. എല്ലാവിധ ആശംസകളും. ഈ ബാക്കി ഒരു ആശങ്കയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ട. കുട്ടികൾക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, പഠിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഈ ഇതിൽ ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് വരുന്നത് പോലെ. ഇനി
കുട്ടികൾ ചോദിക്കാറുണ്ട് USS പരീക്ഷ അത്ര വലിയൊരു കാര്യമാണോ, അല്ലെ, ഒരു സംഭവമാണോ എന്നുള്ള രീതിയിലൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നേടാൻ പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്നിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയൊരു അംഗീകാരം തന്നെയാണ് USS സ്കോളർഷിപ്പ് പരീക്ഷ. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുക, നന്നായി പഠിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. USS സ്കോളർഷിപ്പ് പരീക്ഷ പാസ്സാവും. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിന് നല്ല വിലയാണ്. നമ്മൾ ഭാവിയിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ തന്നെ ചെറുതാകുമ്പോൾ തന്നെ നന്നായി പഠിച്ചു വന്നിരുന്ന കുട്ടിയാണ് എന്നുള്ളൊരു പരിഗണന നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുക. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി പഠിച്ചാൽ കിട്ടുമായിരുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. എൻ്റെ പരമാവധി ഞാൻ ട്രൈ ചെയ്തു എന്ന് നിങ്ങൾക്ക് സത്യസന്ധമായി നിങ്ങളോട് പറയാൻ സാധിക്കണം. ഇനി മറ്റൊരു കാര്യം, ഈ USS പരീക്ഷ പാസ്സാവുക എന്നൊക്കെ പറയേണ്ടത് എങ്ങനെയാണ് പാസ്സാവുക എന്നുള്ളത്, എത്ര മാർക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് സംശയമുള്ളൊരു ചോദ്യമായിരിക്കും. അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള യോഗ്യത 2 പേപ്പറുകൾക്കും കൂടി ആകെയുള്ള 90 സ്കോറിൽ 63 സ്കോറോ അതിൽ കൂടുതലോ കിട്ടിയാൽ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് 70% ആണ് 63. 2 പേപ്പറുകൾക്കും കൂടി ആകെയുള്ള 90 സ്കോറിൽ 63, അതായത് രാവിലെയുള്ള പരീക്ഷയുടെയും ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയുടെയും 2 മാർക്കും കൂടിയും കൂട്ടിയിട്ട് 63 ആൻഡ് എബോവ് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് USS നേടിയെന്ന് പറയാം. അപ്പോൾ ഈ 63 പറയുമ്പോൾ നിങ്ങൾക്ക് 63 അല്ലേ വേണ്ടു, അത് എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ അത് അത്ര ഒരു എളുപ്പമായിട്ടുള്ളൊരു സംഖ്യയല്ല ഈ 63. കാരണം എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുന്നത്, പല കുട്ടികൾക്കും ഈ 61, 60, 62 എന്നുള്ള സ്കോറിൽ വെച്ചിട്ട് കട്ടാവും. മാർക്ക് 63ലേക്ക് എത്താറില്ല. 61, 62 ഒക്കെ. പക്ഷേ 62 വരെ കിട്ടിയാൽ നമുക്ക് ഒരു പാകവുമില്ല. 63 തന്നെ വേണം. 63 ആൻഡ് എബവ് കിട്ടിയാലെയാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആയി എന്ന് പറയാൻ പറ്റൂ. എന്നിട്ട് 1 മാർക്കിന് സ്കോളർഷിപ്പ് പോയി, 1 മാർക്കിനാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. 63 ആൻഡ് എബവ്, ഒരു 70 മാർക്ക്, ഇപ്പം ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഒരു 70 മാർക്ക് ആൻഡ് എബവ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഗിഫ്റ്റഡ് സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ സെലക്ട് ചെയ്യുന്നതാണ്. ഗിഫ്റ്റഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെലക്ഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഒരു ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 70 ആൻഡ് എബവ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആയിട്ട് പരിഗണിക്കാറുണ്ട്. അതിൽ 63 ആൻഡ് എബവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കോളർഷിപ്പ് ക്വാളിഫൈഡ് ആവും. എന്നാൽ 70 ആൻഡ് എബവ് അല്ലെങ്കിൽ 75 ആൻഡ് എബവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അത് ഓരോ ഉപജില്ലയിലത്തെ മാർക്കുമായി അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. എന്നിരുന്നാലും 70 ആൻഡ് എബവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുകയും നിങ്ങൾക്ക് പ്രത്യേക ക്ലാസ്സുകളും, അതായത് വിദഗ്ധരായിട്ടുള്ള അധ്യാപകരും പിന്നെ സെലിബ്രിറ്റീസും ഒക്കെ എടുക്കുന്ന ക്ലാസ്സുകളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗിഫ്റ്റഡ് സ്റ്റുഡൻറ്റ് ആവാനായിരിക്കണം. ഒരു 90 മാർക്ക് ലക്ഷ്യം വെച്ചിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നന്നായി വർക്കൗട്ട് ചെയ്ത് നന്നായി പ്രിപ്പയർ ചെയ്യുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കുക. ആശയങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുക. എല്ലാവർക്കും പരീക്ഷ പാസ്സാവാൻ, USS സ്കോളർഷിപ്പ് പരീക്ഷ പാസ്സാവാൻ കഴിയട്ടെ, യോഗ്യത നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഓക്കെ, താങ്ക് യു.